ഹായ് ഗൈസ്, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് യാ ഗെയിമിംഗ് ഗൈസ്. ഒച്ചമാരെ ഇന്ന് വേറെ ഒന്നുമില്ല, ഞാനും എൻ്റെ കൂട്ടുകാരൻ കെനോക്സും ഗൈസ്. നിങ്ങൾ എൻ്റെ കുറേ വീഡിയോസിൽ എൻ്റെ കൂടെ കണ്ടു കാണും ഇവനെ കെനോക്സും പിന്നെ ഡിസൂസയും പിന്നെ ചില സമയങ്ങളിൽ മലാക്കും. ഇവർ മൂന്നുപേരാണ് എൻ്റെ ഒരു ഗെയിമിംഗ് പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. എപ്പോൾ വിളിച്ചാലും എത്ര തിരക്കാണെങ്കിലും എടാ വാടാ കളിക്കാന്ന് പറഞ്ഞാൽ എടാ വാടാ. നിങ്ങൾക്കും കാണുമോ ഗൈസ് ഇതുപോലൊരു കൂട്ടുകാരൻ? എത്ര ഇതായിട്ട് നിന്നാലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന അപൂർവം ചില കൂട്ടുകാരന്മാരൊക്കെ കാണുള്ളൂ. നമ്മൾ ആയിരക്കണക്ക് കൂട്ടുകാരെ കണ്ടാലും വർഷങ്ങളോളം നമ്മളെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന കുറച്ച് പേരെ കാണുള്ളൂ ഗൈസ്. ആ ഒരു കൂട്ടത്തിലുള്ള കുറച്ച് തലതെറിച്ചന്മാരാണ് ഇവിടെ ഉള്ളത് ഗൈസ്. ഈ കെനോക്സ്, ഡിസൂസ, മലാക്ക് ഇവരൊക്കെ. അല്ലാതെ വേറെ ആൾക്കാരൊക്കെ വേറെ 1-2 പേരും കൂടെ ഉണ്ട് ഗൈസ്. അവരെയും പയ്യെ പരിചയപ്പെടുത്താൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് വേറെ ഒന്നുമില്ല, ഞാൻ ഇന്ന് ഇവിടെ ഫുൾ മാപ്പ് റാങ്ക്ഡിൽ ഡുവോ വെച്ചസ് ഡുവോ 2v2 ഗൈസ്. അതാണ് ഞാൻ 1v2 കളിക്കാനാണ് കെയർ ചെയ്തത്. അപ്പോൾ ഇവനെ കണ്ട്, അപ്പോൾ ഞാൻ ഇവൻ ലോബി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിടാ വരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഓടാ വരുന്നെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ കയറിയതായിരുന്നു ഇവൻ്റെ എന്തെങ്കിലും വന്നോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ എൻ്റെ കൂടെ കളിക്കാൻ കയറി ഗൈസ്. അങ്ങനെ ഞാൻ ഇവൻ്റെ കൂടെ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൻ ഇങ്ങനെ കാർ കൊടുത്തുണ്ടോ, ഞാനിങ്ങനെ അവനോട് കാറിൽ ഇങ്ങനെ പോവുകയാണ് മുത്തോണീസ്. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ ഇറങ്ങി ഇവിടെ എനിമി ഉണ്ടെന്ന് അറിഞ്ഞു. ഇതാണ്ട് ഗൈസ് ലെഫ്റ്റ് സൈഡിൽ എനിമി ഉണ്ട്, ഞാൻ കണ്ട്. അപ്പോൾ വെയിറ്റ് ഗൈസ്, ഞാൻ എന്തായാലും അവന് ലൈഫ് കുറവായിരുന്നു. ഞാൻ എന്തായാലും ഡിമിത്രി വരുമ്പോൾ ഗൈസ്, അപ്പം അവനൊരു ക്യാരക്ടർ സോണിയായിരുന്നു. ഞാൻ എന്തായാലും അവനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂട്ടുകാരൻ കെനോക്സ് നോക്കാം ഗൈസ്. അപ്പുറത്ത് എനിമി ഉണ്ട്, ഞാൻ റിവൈവ് ചെയ്യാൻ പറ്റും നോക്കട്ടെ ഗൈസ്. അവൻ ഡെഡായി ഗൈസ്, കുറച്ചുകൂടെ മുന്നേ റിവൈവ് ചെയ്യാമായിരുന്നു, പക്ഷേ പറ്റിയില്ല. പക്ഷെ എന്തായാലും പേടിക്കേണ്ട ഗൈസ്, ഞാൻ എന്തായാലും അവനെ പൊക്കും. വെയിറ്റ് എന്തെങ്കിലും വഴി നമുക്ക് കിട്ടുമോ ഗൈസ്? നമുക്ക് 400 ടോക്കൺ കിട്ടി ആ ലൂട്ട് ബോക്സിൽ നിന്ന്. അതിൽ ബൗണ്ടറി ടോക്കണും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എടാ മണ്ടണ്ടാ, അവന് വീണ്ടും എന്നെ അടിക്കുകയായിരുന്നു. അവൻ വെച്ചാൽ മറ്റവൻ കയറി അവൻ അടിക്കാൻ വന്നാണ് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. എന്തായാലും അവനെ കാണാനില്ല. അവൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് നമുക്ക് കെനോക്സിനെ പൊക്കണം. പാടാ യു ആർ ഗോയിങ് ടു ലീവ് എടാ മുത്തുണി. ലീവ് മീൻസ് ജീവിക്കാൻ പോകും. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും അവനെ പൊക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് നോക്കാം. വരാനാണ് ചാൻസ് ഗൈസ്. നോക്കട്ടെ. ആരെയും കാണാനില്ല. ഇവനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ എന്തായാലും അവസാനത്തെ 72 തലത്തിനെ കൊണ്ട് ഞാനങ്ങനെ അവനെ ഫിനിഷ് ചെയ്തു. മുത്തുമണീസ് ഞാനങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ കാര്യം ക്ലോസ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കാം ഗൈസ്. ഞാനിപ്പോൾ മൊത്തം 2 കില്ലായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ MP5 ലെവൽ 2 ഉണ്ട്, കിങ് ഫിഷറുണ്ട്. ഞാൻ ചുമ്മാ എങ്കിലും അവൻ്റെ കളി കാണുന്നതുകൊണ്ട് ഞാൻ ഒരു ത്രോണിമോട്ട് വിട്ട് ലോലിമോട്ട് അടിച്ച് ഗൈസ്. അവന് ഭയങ്കര പോരാ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. പിള്ളേരായ കുറച്ചും കൂടെ മാന്യവും മര്യാദയായിട്ടൊക്കെ കളിക്കാൻ കാരണം മനസ്സിലായോ? എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ ഇങ്ങോട്ട് ഇടും. എല്ലാവർക്കും ഇടില്ല, ചിലപ്പോൾ ചുമ്മാ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 2 കില്ലായിട്ടുണ്ട്. ഞാൻ ഇവനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഞാൻ ഈ ഫുൾ വീഡിയോ എനിക്ക് എന്തായാലും ബൂയി അടിക്കണം ഗൈസ്. ബൂയി അടിക്കാനുള്ള മാപ്പിലാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഒട്ടുമിക്ക കളി ഇപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഫ്രീ ഫയർ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിന്ന സമയത്ത് ഞാനൊക്കെ അന്ന് അത്ര വലിയ കളിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഗെയിമിൽ കയറുന്ന സമയത്ത് കയറും. അപ്പോൾ കുറേമാരുണ്ട്, അവന്മാരെല്ലാം ഭയങ്കര ടോപ്പൊക്കെ ചെയ്ത് ഭയങ്കര കളിയൊക്കെയാണ്. അപ്പോൾ ഈമാരത്ത് ഞാൻ ഇങ്ങനെ പറയടാ എന്നെ കൂടെ ടീമിൽ കയറ്റൂല അമ്മമാർ. എന്നിട്ട് അഥവാ എന്നെ അറിയാമെന്നുള്ളവന്മാരെ എവനെങ്കിലും ടീമിൽ കയറ്റി തന്നെ വെച്ചോ. അവന്മാർ കൂട്ടുകാരന്മാർ പറയും ഇവൻ കിക്ക് ചെയ്ത് കളാടാ, വേറെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ തന്നെ ഇറങ്ങിപ്പോയ സന്ദർഭങ്ങളൊക്കെ കുറേ ഉണ്ട് കേസ്. നമുക്ക് അതുകൊണ്ട് തന്നെയും നമുക്ക് അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അതൊക്കെ വിട്ട് കേസ്. നമുക്കും കളിക്കാൻ അറിയാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റുമോ നമ്മൾ കാണിച്ചു കൊടുക്കണം കേസ്, തെളിയിച്ചു കൊടുക്കണം. അതിൻ്റെ പോരാട്ടത്തിലാണ് കേസ് ഞാനിപ്പോൾ എന്നെ പണ്ട് റൂമിൽ 1v1 പട്ടിയെ കണക്ക് അടിച്ചവന്മാരെയൊക്കെ ഞാനിപ്പോൾ അപ്പുറത്ത് അവൻ്റെ ടീമിനെ നിർത്താൻ ഞാൻ ഒറ്റയ്ക്ക് നിന്നൊക്കെ അടിച്ചിടും. അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേസ്. എന്ന് എപ്പോഴും ജയിക്കുന്നില്ല കേസ്, പലപ്പോഴൊക്കെ തോക്കും. എന്നാലും ഞാനങ്ങനെ തിരിച്ചടിച്ചിട്ടിട്ടുണ്ട്. അതാണ് കേസ്. അപ്പോൾ ഞാൻ എന്തായാലും കേസ് അർസനൽ തുറക്കാൻ പോവുകയാണ്. കൂട്ടുകാരനെ കൊണ്ട് കാറിൽ ഒരേ സഞ്ചാരമാണ് കേസ്. സഞ്ചരിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരനും കാറിൽ സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പീക്കിൻ്റെ സന്ദർഭത്തിലാണ് നിൽക്കുന്നത്, അതായത് പീക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പീക്ക് കാണാൻ ഏകദേശം ഇതേ കണക്കിരിക്കും. പുതിയ പീക്കാണ് കേസ്. എൻ്റെ വാടാ കെനോക്സ് ഇവൻ ഭയങ്കര ഡിലേ ആണ് ഗൈസ്. ഇവൻ എന്തെങ്കിലും വരാൻ വിളിച്ചാൽ പോലും അവൻ വരയില്ല. അവൻ എന്താണ് ചെയ്യണമെന്ന് എനിക്കിവിടെ അറിയില്ല. അവൻ ഇങ്ങനെ മൊണ്ടി അടിച്ച് നിൽക്കും ഗൈസ്. ഞാൻ താഴെ നമ്മൾ എനിമിയെ കണ്ടായിരുന്നു. താഴെ എനിമിയെ കണ്ടിട്ടാണ് അവന്മാർ അടിക്കാൻ നമ്മൾ അർസനൽ തുറക്കാൻ മേലെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന്
ഓ ഇതാണ് ഇവന് ഭയങ്കര ഇതാണ് ആക്രാന്തം തോന്നുന്നു. ആക്രാന്തം ഈ ആരെങ്കിലും കണ്ട അപ്പം ചാടിയും കറങ്ങി. ഇവന് ഇത് വെയിറ്റ് ചെയ്ത് എന്തിനാണ് കുഴപ്പം. അവൻ അതാ ഈ വീടിൻ്റെ മണ്ടയിലാണ് കേസ് എനിമി ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഇതാ കള്ള അപ്പം മണ്ടേ കയറിപ്പോ ഇവൻ താഴെ ചാടും എനിക്കറിയാം. അതിനോ എല്ലാമാരും ഓരോന്നില്ല. വെയിറ്റ് ഇടാൻ തോന്നുന്നു. ഞാനും ഓരോന്നാണ്. എടാ പോടാ ഇവൻ്റെ കാര്യം നോക്കിയാണ് ട്രാവ് എടുത്തുണ്ട്. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ച് ഇനി ആവർത്തിക്കരുത്. തീണ്ടിപ്പാട്ട് ഗൈസ്. അങ്ങനെ എന്തായാലും അവനാണ് ആ കില്ല് കിട്ടിയത്. കാര്യമില്ല പോട്ട് കാര്യമാക്കണ്ട. അത് കഴിഞ്ഞു. നമ്മളെന്തായാലും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. നോക്കാം ഇവിടെ എന്തൊക്കെ ഇവിടെയൊക്കെ ഗൈസ്. എന്തായാലും നമുക്ക് വീണ്ടും കാർ എടുക്കാം ഗൈസ്. നമുക്ക് കാറിൽ തന്നെ ഇവിടെ മൊത്തം കറങ്ങി അടിച്ച് ഇനി 25 അലയുണ്ട് ഗൈസ്. മൊത്തം 25 അലയുണ്ട്. എന്നെ അവനെയും കൂടെ കൂട്ടി 27 ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ മൊത്തം കറങ്ങി നടന്ന് എല്ലാം വരെ അടിച്ചിരുന്ന. ഞാൻ ഇവനെ വിളിക്കുന്നുണ്ട് വരാൻ. ഇവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. എനിമി അങ്ങാണ്. അവൻ ഫിനിഷ് ചെയ്ത് ഗൈസ്. അതുകൊണ്ട് അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവരുടെ അടുത്ത് കേൾക്കുന്ന എടാ എവിടെ എനിമി നമ്മൾ പറയാനില്ല. അവനെ കില്ലെടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് തൊടിയാണല്ലേ ഇവൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കയറാൻ വിളിച്ചാലും അവൻ കയറൂല. എന്തിനാ കാണിക്കുന്നത് എന്താ അയ്യോ കാർ പോണ പോക്കോ ഗൈസ്. എന്തവസ്ഥയാണ് ഗൈസ്. നമുക്ക് ആരെയും കിട്ടുന്നില്ല. ഇത് എന്തവസ്ഥ. ആരെയും കാണാനും ഇല്ല. ഞാനാകെ 2 കില്ലേ ആയുള്ളൂ. ഇനി 23 അലയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കുറേ കില്ലും എടുക്കണം. ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടണം ഗൈസ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് അവനും ചെയ്യണം. അതാണ് അവൻ്റെ ഒരു കുഴപ്പം. അവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാനും ചെയ്യുന്നുണ്ട്. കിറ്റ് ലിസ്റ്റ് മേടിച്ച് തൊട്ടടുത്ത് എനിക്കുണ്ട്. അങ്ങനെ അവനെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ താണ്ട് അകത്ത വടിയുണ്ടാകുള്ളൂ. ഞാൻ വെച്ച് ആ ഹിറ്റ് ലിസ്റ്റിലുള്ളവനാണ് പറയണമെന്ന് ഗൈസ്. അല്ലാതെ ഇതാറാ ഗൈസ്. അവന് കുറച്ച് ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ. അവനെ നമ്മൾ ഫിനിഷ് ചെയ്ത് ഗൈസ്. നമ്മളൊരുത്തനെ കൊന്നു ഫിനിഷ് ചെയ്തു. അവൻ്റെ ലൂട്ടെടുത്ത് മണ്ടേപ്പി ഇതാ അടുത്ത് തന്നെ കന്ന് ഗൈസ്. അവനെ ഞാൻ നോക്കാക്കി. ആരോ ഊങ്കോങ്ങിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവൻ മെതി ഗൈസ്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അവൻ പറയാണ് മെകളിൽ എനിമിയില്ല. ഞാൻ പക്ഷെ താഴെയുള്ള എനിമീനെ കണ്ട് അവനടിക്കാനാണ് മണ്ടേ നിൽക്കുന്നത്. പക്ഷെ അവനെ കിട്ടിയില്ല. എനിക്കും കിട്ടിയില്ല ഗൈസ്. അവൻ നോക്കാക്കി പുല്ല് മര്യാദയ്ക്ക്. ഞാൻ ആദ്യമേ താഴെ ഇറങ്ങി ഒന്ന് അവനടിച്ചാൽ മതിയായിരുന്നു. പ്ലാനുകളൊന്നും നടക്കണില്ല ഗൈസ്. എന്തായാലും എൻ്റെ ഒരു സ്കാർ ലെവൽ 3 MP40 പിന്നെ മറ്റേ ചാർജ് ബസ്റ്റർ അല്ല മറ്റേ ഗ്രനേഡ് പുല്ല. എൻ്റെ പേരെന്തരടായി. മറ്റേ ഗ്രനേഡ് ലോഞ്ചർ. അത് തന്നെ ഗ്രനേഡ് ലോഞ്ചർ. അതുകൊണ്ട് ഗൈസ് അത് നമുക്ക് എന്തുകൊണ്ട് ഉപകാരകരമായ സാധനമാണ്. ഞാൻ എന്തായാലും കാറെടുത്തിട്ട് അവനെ വിളിക്കണം. എന്നിട്ട് അവന് വരാൻ ഭയങ്കര മടിയല്ല. അവൻ വെയിറ്റ് ചെയ്യുന്നു. ഇത് എന്താണ് കാണിക്കണമെന്ന്. എന്താ വന്നു ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും പോകാം. ഗൈസ് ഞാനും അവനും കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പീക്കിലോട്ട് പോകാം ഗൈസ്. ഞാനിപ്പോൾ മൊത്തം 4 കില്ലായി. ഇനി മൊത്തം 16 അലയുണ്ട്. 16 അലയവും ഞാൻ മൊത്തം 4 കില്ലും ഗൈസ്. എനിക്ക് എന്തായാലും ഏറ്റവും കുറഞ്ഞ 10 കില്ല് കൂടുതൽ എന്തായാലും എടുത്തേ പറ്റൂ. ഏറ്റവും കുറഞ്ഞത് എന്തായാലും 10, 16 കില്ല് 15 കില്ലൊന്നും എന്തായാലും എനിക്ക് കിട്ടൂല ഗൈസ്. 10 കില്ലെങ്കിലും എടുക്കാൻ പറ്റിയ സൂപ്പർ പൊളിയാണ് ഗൈസ്. അർസനലിൽ നിന്നെല്ലാം ഞാൻ എടുത്ത് ഇറങ്ങിയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇനി പീക്കിൻ്റെ അങ്ങോട്ട് പോകണുണ്ട്. അടിച്ച് ഫയർ ചെയ്ത് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരുത്തനെ കാണാനില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വെടി വെച്ചേനെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. ആരുമില്ല. ഇവിടെ നിന്ന് ആരുമില്ല. പണ്ടത്തെ പീക്ക് തന്നെ ഗൈസ് കൊള്ളാം. പണ്ടത്തെ പീക്കാൻ പിന്നെ നമുക്ക് കുറേ കൂടെ ലാവിശാണ്. അടിച്ച് പൊളിച്ച് നമുക്ക് അങ്ങനെ കഴിയായിരുന്നു. സൂപ്പർ പീക്ക്. സൂപ്പർ. അതും വലിയൊരു ആവേശത്തിൽ നല്ല സ്പീഡിൽ വന്ന് എൻ്റെ പ്രോയിലങ്ങ് ചാടിയതാണ് ഗൈസ്. ബാക്കിൽ എനിമി. ഞാൻ ഇങ്ങനെ ഡ്രോപ്പിൻ്റെ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. ഓടാ വണ്ടി കത്തിച്ചറാ. അയ്യോ എടാ ഇവൻ അവിടെ നിൽക്കണ. എടാ ഇവൻ്റെ കാര്യം വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. എന്താ റിവൈവ് വേണ്ടത്? റിവൈവ് വീണ് കേസ്. നമ്മുടെ കെനക്സിനൊക്കെ ഞാൻ അവനെ റിവൈവ് വീണെന്താണ്ട് എനിമി പറഞ്ഞുണ്ട് കേസ്. ഞാൻ എന്തായാലും അവനെ അടിക്കാൻ ഞാനൊരു ഗ്രോ ഇട്ട് എന്തായാലും ഞാൻ അടിക്കാൻ പറ്റും നോക്കട്ടെ. എനിക്കത് ഓറിയോണിൻ്റെ സ്കില്ല് EP എന്തായാലും കൂട്ടണം കേസ്. മണ്ടേ വട്ടി മണ്ടേ ചാടി അടിച്ച് കേസ്. മണ്ടേ ചാടി അടിച്ച് ലൈഫ് വീണ്ടും കുറച്ച്. എൻ്റെ ഓറിയോണിൻ്റെ സ്കില്ല് പുല്ല് ഗായ്സ്. ഞാൻ അടിക്കാൻ നോക്കണുണ്ട്. ഇത് പിറകിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ ഇത് ആരൊക്കെ അടിക്കണം? ആരെയും കാണാനില്ല ഗായ്സ്. പോടാ. ഇത് വേറെ ആരും അവൻ നോക്കാക്കി വെച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. ആ കില്ല് എനിക്ക് കിട്ടി ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ മൊത്തം 2 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ മൊത്തം 6 കില്ല. ഞാൻ ഗ്ലോവാലുണ്ട്. താഴെ എനിമിയുണ്ട്. അവരും അടിക്കണുണ്ട് ഗൈസ്. എവിടെ നിന്നൊക്കെ അടിക്കണുണ്ട്. ഒട്ടുമിക്കന്മാരും ഇപ്പം
എവിടെ നോക്കിയാലും എല്ലാവരുടെ തോക്കിലും സൈലൻസർ കാണും ഗൈസ്. എവിടെ നോക്കിയാലും എല്ലാവരുടെ തോക്കിലും സൈലൻസർ കാണും. അതുകൊണ്ട് അതാണ് ഏറ്റവും ഇടയിൽ മേളിലൊരുത്തം പറന്നു വന്ന് ഇറങ്ങിയത് കണ്ട ഗൈസ്. ഞാൻ എന്തായാലും ഞാൻ കെനോക്സിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മേളിൽ നിന്ന് ഒരുത്തം പറന്നു വന്ന് ഇറങ്ങി വാടാ നമുക്ക് അവൻ അടിക്കാൻ പോവാന്ന്. അവൻ ജാട കാണിച്ച് അവിടെ തന്നെ നിൽക്കണം, അവനെ വെയിറ്റ് ലൂട്ട് എടുക്കട്ടെന്ന്. അവൻ എന്തായാലും വരും. അവസാനം ഞാൻ അവനെ അടിച്ച് ലൈഫ് കുറച്ച് വെക്കണ സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോഴത്തേക്ക് അവൻ വരും ഗൈസ്. എൻ്റെ സ്കാറിലും സൈലൻസർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ അടിച്ചാലും ഞാൻ അടിച്ചാലും ആർക്കും അതിനെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഞാൻ സൈലൻസർ വെച്ചാണ് ഇരിക്കണം. സൈലൻസർ വേണം ഗൈസ്. MB40 സൈലൻസറിൻ്റെ ആവശ്യമില്ല. ഡേ ഗൈസ് ഞാൻ അവനെ പിന്നെ അല്ല കെനോക്സ് വന്ന നല്ല സമയം. അവൻ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ അവൻ കുമ്മിക്കൊണ്ട് പോകാനൊക്കെ ഇല്ല ഗൈസ്. ഇത് നേരത്തെ മറ്റേ പോച്ചിനോക്കി വെച്ചിട്ട് കെനോക്സ് ഒരുത്തന്നെ എൻ്റെ കില്ല് കുമ്മിക്കൊണ്ട് പോയില്ലേ. കെനോക്സ് എൻ്റെ ഒരു കില്ല് കുമ്മിക്കൊണ്ട് പോയില്ലായിരുന്നു പോച്ചിനോക്കി വെച്ച്. അവനാണ് ഇപ്പം ഗൈസ്, അവനാണ് ഇപ്പോൾ വീണ്ടും പറന്നു വന്നിറങ്ങിയത്. അവനെ എനിക്ക് എന്നെ കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ മൊത്തം 7 കില്ല, ഇനി മൊത്തം 13 അലൈവുണ്ട്. 13 അലൈവുണ്ട് ഗൈസ്. 13 അലൈവ് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും എല്ലാത്തിനെയും അടിച്ചിടണം ഗൈസ്, എല്ലാത്തിനും അടിച്ചിടണം. ഒരുത്തനും വിട്ടുപിടിച്ചല്ല. ഇനി 11 അലൈവേ ഉള്ളൂ. 11 അലൈവേ ഉള്ളൂ. ഞാൻ 7 കില്ല് ഗൈസ്. 10 കില്ല് കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ മറ്റേ ചാടിപ്പോകുന്ന സാധനം ഇതിൻ്റെ പേരെന്തരാണെന്ന് തോന്നുന്നു. ഇതിൽ ചാടി നമുക്ക് ആ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടേ പോകാം ഗൈസ്. കമോൺ ചേസ്. ഞാൻ എന്തായാലും ടെറസിൻ്റെ മണ്ടയിലോട്ട് പോകുന്നു ഗൈസ്. കറക്റ്റ് അല്ലടാ, മാറിപ്പോയി, താഴെയായിപ്പോയി. ഇതാറേ എടാ അവന് ഇഞ്ചറി ആയിപ്പോ ഓറിയോ. പിന്നല്ല ഗൈസ്. അങ്ങനെ ഞാൻ അവനെ നോക്കി ഇതാ. അയ്യോ എടാ, ഗ്ലോബാൾ വന്നിട്ടുണ്ടാ കറക്റ്റ് സമയത്ത് ഗൈസ്. ഒരുത്ത മണ്ടേ കയറിപ്പോയി. അവനെ കെനോക്സ് അടിക്കുന്നുണ്ട്. താഴെയുള്ളവനെ ഞാൻ അടിക്കാം ഗൈസ്. നിൽട്രാ പിന്നല്ല ഗൈസ്. അമ്മ 2 ടീമാണ് കേട്ടോ. അമ്മ 2 ഞാൻ അവനെയും കൂടെ അടിക്കാൻ നോക്കിയാണ്. അമ്മ 2 ഗൈസ്. അങ്ങനെ ഞാൻ ഒരു സ്കോറിനെ വീണ്ടും എടുത്തു ഗൈസ്. 9 കില്ലായിട്ടുണ്ട്. 9 കില്ല്. ഇനി 9 അലൈവ്. ഞാൻ 9 കില്ലും അല്ലാതെ ഇനി 9 അലൈവും ഗൈസ്. എല്ലാത്തിനും അടിച്ചിരുന്നു. ഒന്നിനെ വർദ്ധപ്പെടുള്ളൂ ഞാൻ ഗൈസ്. ഞാൻ അവൻ്റെ ലൂട്ടൊക്കെ എടുക്കുകയാണ് ഗൈസ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ലൂട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. ഇൻഹേലർ മാത്രം ഒരു കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇൻഹേലർ ഇപ്പോൾ ഉണ്ട്, 10-12 ഉണ്ട്. ആ കില്ല് എനിക്ക് കിട്ടി. കെനോക്സ് എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ മണ്ടേ വാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മേളിൽ ചെന്നത്. അപ്പം അവനെ അടിച്ചിട്ട് അവസാനം ലൈഫ് കുറച്ച് വെച്ച് നിന്ന്, എന്നാലും അടിച്ച് അത്യാവശ്യം ഗൈസ്. അങ്ങനെ 10 കില്ലായി. ഇനി 7 അലൈവ്. ഞാൻ 10 കില്ലും 7 അലൈവും ഇനി ഉണ്ട് ഗൈസ്. ഡിങ്കടിക്ക ഗൈസ്. ഞാൻ അങ്ങനെ നോക്കിയാണ് ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും ഇമാരൊക്കെ. ഞാൻ എന്തായാലും എടുക്കുള്ളൂ. നിന്നെയൊക്കെ എടുക്കും. ഞാൻ എടുക്കാനൊന്നും വിട്ടുവീഴ്ചയില്ല. അവൻ താഴെ നിന്ന് ഫൈറ്റ് എടുക്കണം. ഞാൻ മണ്ടേ നിൽക്കുകയാണ്. മണ്ടേ തന്നെ അറിയാൻ പറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ. ഞാൻ അതാണ് നോക്കണം. വെയിറ്റ് ആക്കുന്നു. നമുക്ക് എന്തായാലും കിട്ടും ഗൈസ്. ടെറസിൽ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരൊക്കെ എവിടെ എന്തോ ഒരുത്തനെ കാണാനില്ല ഗൈസ്. ഇനി 8 അലൈവ് ഉണ്ട്. 8 അലൈവായി. അത് ഒരുത്തനെ റിവൈവ് ആക്കി വിട്ട് ഞാൻ എന്തായാലും നോക്കുന്നത്. സ്കോപ്പ് അവിടെ ഒരുത്തനെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവനാണ് സ്കോപ്പ് ഇടുന്നത്, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങറ്റത്ത് ഞാൻ ഒരുത്തനെ ഞാൻ കണ്ടോളൂ. പക്ഷേ എൻ്റെ ബലമായ സംശയം അവിടെ 2 പേരുണ്ടെന്നാണ്. അതാണ് ഞാൻ സ്കോപ്പ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. വെച്ചാൽ കിട്ടുന്നില്ല. എങ്ങാനൊരു സ്കോപ്പ് വീണ അമ്മമാരെ കൂടെ നോക്കാന്നുള്ള മാപ്പ്. ഇവിടെയൊക്കെ ആള് അയ്യോ ആകില്ല. എനിക്ക് എടുക്കാനുള്ളതായിരുന്നു, മിസ്സായി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അടിച്ചടേ എവിടെ നിന്ന് മേലെ നിന്നാണ് അടിച്ചത്. ഒരുത്തന്മാരെ കാണുന്നില്ല. അതാണ് സീന്. ഇമാരൊക്കെ എവിടെയാണ്, എന്ത് പാടാ. ഞാൻ എന്തായാലും നോക്കും. ഞാൻ ടെറസിൽ തന്നെ നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് വാക്ക്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ മനയും കിട്ടും. കാരണം ഒത്ത നടുക്കാണ്. നിങ്ങൾ നോക്കിയോ ഗൈസ്. ഈ സോൺ ശൃംഖ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോൺ കഴിഞ്ഞ് അടുത്ത സോൺ വരുന്നത് നമ്മളടുത്ത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. മനസ്സിലായി. സകല സൈഡിലോട്ട് മാറിയാൽ പോലും സോൺ നമുക്ക് തന്നെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. ഞാൻ അവിടെ ഒരുത്തനെ കണ്ടിടാ അവനെ നോക്കടാ കണ്ട ഗൈസ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് സോണ് നമുക്കെന്ന് കണ്ട സോണ് നമുക്ക് ഗൈസ്. ഞാൻ മറ്റേ ഗ്രനേഡ് ലോഞ്ചറിട്ടാണ് 54 അയ്യോ വേണ്ട 50 പോടാ ഗൈസ്. ആക്കില് പോവും ഉറപ്പായിട്ടും പോവും. അത് പോയി ഗൈസ്, അത് പോയി. ആ സൈഡിൽ നിന്ന് എടുത്ത് അടിച്ചോണാണ്. ഇല്ലെങ്കിൽ ആക്കില് നമുക്ക് കിട്ടിയേനെ. ഇനി അമ്മമാരെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തൊരവസ്ഥയാണ് ഗൈസ്. സീനില്ല, നമുക്ക് കിട്ടും. ഇനിയും ഉണ്ടല്ലോ അലൈവുണ്ടല്ലോ. ഇനി 5 അലൈവുണ്ട് ഗൈസ്. 5 അലൈവുണ്ട്. നമ്മളെന്തായാലും 10 കില്ലെങ്കിലും വേണമെന്ന് പറഞ്ഞ് 10 കില്ല് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ 10 കില്ലെങ്കിലും കിട്ടിയോണ്ട് സന്തോഷമുണ്ട്. ഞാൻ AR ആമോ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി ലോഡ് ബോക്സിൽ നിന്ന് AR ആമൊക്കെ എടുത്തു ഗൈസ്. എനിക്ക് AR ആമോ ഇല്ലായിരുന്നു, അതും എടുത്തു. എന്തായാലും നോക്കുന്നു. ഇവന്മാർ എല്ലാവരും ഓരോന്നും തന്നെയല്ലടാ. എന്തവസ്ഥ ഉണ്ടാ.
ആരൊക്കെടാ ആടാ പോടാ. എടാ ഗായ്സ് ആകില്ല നോക്കിയാണ്ട് ആകില്ല കിട്ടിയില്ലടാ. എന്താ അവസ്ഥയാണ് ഇവന്മാരെല്ലാം ഭയങ്കര ഇതെങ്കിലും എനിക്ക് വേണ ഗായ്സ് എനിക്കാണെങ്കിൽ അവനെ റിവൈവ് ചെയ്യാനും പറ്റിയില്ല. കാരണം എൻ്റെ ഗ്ലോവാളെ കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇടുക എല്ലാം അവൻ ഓറിയനും ഇട്ടുകൊണ്ടിരിക്കണം. എൻ്റെ ഓറിയനും ഇല്ല ഗായ്സ്. ഇപ്പോൾ ഒരു ഗ്ലോവാൾ കിട്ടി ഗായ്സ്. അയ്യോ ഞാൻ ഒരു ഗ്രനേഡ് അറിഞ്ഞു നോക്കട്ടെ. സൂപ്പർ. അയ്യാ ചത്ത് എൻ്റെ അമ്മേ. എന്തൊരവസ്ഥയാണ്. എറിയണല്ല എനിക്ക് തന്നെയല്ല കിട്ടണം തിരിച്ചല്ല. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ എന്തായാലും നോക്കണം വെയിറ്റ് എന്തായാലും കിട്ടും ആരെങ്കിലും കിട്ടണം. ആഹാ താഴെ എടുത്താൽ നിങ്ങൾ താഴെ ചാടിയ പിന്നെ തിരിച്ച് കയറണ കേസും അവസ്ഥയാണ്. അതാണ് എന്തോ ചെയ്യട്ട്. വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എനിക്കെൻ്റെ ഓറിയോണ്ട് സ്കില്ല് കുറഞ്ഞ എൻ്റെ ഇൻഹേലർ ഉണ്ട്. എൻ്റെ 10 ഇൻഹേലർ ഉണ്ട്. എടാ നോക്കണം, അവൻ വീണ്ടും ഓറിയുണ്ട്. ഇവൻ എവിടെ നിന്നുള്ള ഇത്രയ്ക്ക് മാത്രം ഓറിയണം. അവൻ എന്ത് ചെയ്യണം? അവത്ത് ബോൺഫയർ ഇടുന്ന എന്തവസ്ഥയടേ. ഞാൻ ഓറിയണിട്ട് എന്തായാലും അവനെ അടിച്ചിട്ട് തന്നെ വേറെ കാര്യം. എനിക്ക് അവനെ വേണം, എന്തായാലും അവന് വേണം ഗൈസ്. എൻ്റെ കില്ലെല്ലാം കൊണ്ട് കളയുന്നത് ഇവനാണ്. എടാ 129 കയറിയടാ, 129. എടാ പോടാ. ഞാൻ ഓറിയനുണ്ട് ഗൈസ്. ഇതിലവൻ ചത്ത ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. എടാ പോടാ വീണ്ടും ചത്തിട്ടാ. എന്താ അതിന് മാത്രം അങ്ങനെ ചെയ്യണത്? എന്താണ് ആ തിരിക്കണത് ഇത്രയ്ക്ക് മാത്രം അവന്? പോടാ. 2 അലവേ ഉള്ളൂ ഇനി ഗൈസ്, 2 അലവേ ഉള്ളൂ. കില്ലെല്ലാം കൊണ്ട് കളഞ്ഞ ഇവനാണ്. അടേ ഒരുത്ത ഇത് ഇടേ അവൻ താഴെ ചാടി. ഇടേ രണ്ടാമത്തെ കൊണ്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഗൈസ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് അവനെ നമുക്ക് എടുക്കാം. അപ്പം എന്തായാലും ഫ്രണ്ടിലോട്ട് വരും, ഇവ അങ്ങോട്ടും പോകും. ആ സമയം കൊണ്ട് നമുക്ക് അവനെ അടിക്കാം. ദാണ്ട. എടാ ഇവൻ വീണ്ടും ഓറിയോ. ഇവനെ ഞാൻ എന്താ ഇത്രയ്ക്ക് മാത്രം ഓറിയോണ. എടാ ഗൈസ് നോക്കിയാണ് ഗൈസ്. ഗ്ലോബൽ മാറി അങ്ങനത്തെ കയറ്റി. ഭാഗ്യം അവനെ നോക്കാക്കി. ആ സമയം കൊണ്ട് ഒരു ഓറിയൻ കിട്ടി. ഞാൻ ഓറിയൻ ഇട്ട് ഗൈസ്. ആ ടോപ്പിട്ടിന്ന് 3 ഗ്ലോബാളും കിട്ടി. രക്ഷപ്പെട്ടു ഗൈസ്. ഞാൻ വെണ്ടടിക്കുന്നു ഗൈസ്. അവസാനം 1v1 സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. 1v1 ഞാൻ 11 കില്ല് ഗൈസ്. ബൂയ നമുക്ക് തന്നെ ഗൈസ്. നമുക്ക് തന്നെ. ഞാൻ ഒരു ബെഡ് കൂടെ അടിക്കിട്ട് ലൈഫ് ഫുള്ളാക്കിയിട്ട് എൻ്റെ ഇൻഹേലർ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓറിയൻ ഇട്ടേനെ. പിന്നെ അയ്യോ എന്താ കാണിക്കുന്നത് ഗൈസ്. ഞാൻ സോണിൽ കൂടെ കയറിയൊക്കെ ഞാൻ അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. കാരണം എനിക്കവനെ വേണം. എനിക്കവനെ കൊന്നേ പറ്റുള്ളൂ. എനിക്ക് അത്രയ്ക്ക് വാശിയാണ്. അതാണ് ഞാൻ സോണിൽ കൂടെ കയറി എല്ലാം അവൻ അടിക്കണത് ഗൈസ്. നിൽട്ടാ. എടാ പോടാ ഗൈസ്. നോക്കിയാണ് ഗൈസ്. ഞാനങ്ങ് സോണി വേണ്ടി ചത്ത് ഗൈസ്. അങ്ങനെ കില്ല് കിട്ടിയില്ല ഗൈസ്. കില്ല് കയ്യിൽ നിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പുല്ല് ഗൈസ്. അങ്ങനെ ഞാൻ 11 കില്ലിൽ അങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ട് ഗൈസ്. കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാളും നല്ല കണ്ടന്റ് കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഗൈസ്. അതുവരെയ്ക്കും ടേക്ക് കെയർ, ടാറ്റാ, ബൈ ഗൈസ്.